സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. വലിയൊരു സർപ്രൈസ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഒരു കേക്ക് തന്നെയാണ്. ജീവിതത്തിൽ എല്ലാവർക്കും സർപ്രൈസ് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ആണോ? ഉറപ്പായിട്ട്. ഞാൻ പക്ഷേ സർപ്രൈസ് പൊളിച്ചാറ്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ജനയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പിന്നെ അവർക്കൊരു നല്ലൊരു ഗിഫ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേക്ക് മാത്രമല്ല, അതിലും വലിയ ഒരു ചെറിയൊരു യാത്ര അല്ലേ? ചെറിയൊരു യാത്ര. അപ്പോൾ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്കും സർപ്രൈസുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ട ഞങ്ങളിത് ഡെഡിക്കേറ്റ് ചെയ്യാം. രാജയുടെ സന്തോഷം. ഇന്നെന്താ വിഷയം? ഓക്കെ, അങ്ങനെ സർപ്രൈസ് എലമെന്റ് നന്നായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? ഞാൻ ഞെട്ടിപ്പോയി, ശരിക്കും മേടിപ്പിച്ച. എങ്ങനെയുണ്ട്? ഓ മൈ ഗോഡ്. അങ്ങനെ 54ാമത്തെ വയസ്സ് ഉള്ള എന്റെ ജന്മദിനം ആഘോഷിക്കുന്ന അഞ്ജനയ്ക്കും ഞാനഞ്ജന ഉണ്ടോ അതിനകത്ത്? ഓക്കെ, അപ്പൊ ഏതായാലും ജന്മദിനം എത്രാമത്തെയാന്ന് പറയുന്നില്ല. ഒരു കേക്ക് നമുക്ക് കട്ട് ചെയ്യാം. അതിന് മുമ്പ് സ്ഥിരം നമ്മുടെ ഒരു ഗിഫ്റ്റ്, കാരണം ഇത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് ആകത്തില്ല. ഇതിനകത്ത് രാഗാഞ്ജനയുണ്ട്. ഞങ്ങൾ മുറിക്കാൻ വേണ്ടി പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അഞ്ജന. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ കേക്കൊക്കെ മുറിച്ചു. എല്ലാരും തിരിഞ്ഞു നോക്കോളൂ. അപ്പൊ എനിക്ക് കേക്കില്ലെന്ന്